നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് ചുരിദാർ സെറ്റ്, അതായത് നമുക്ക് അതിനകത്ത് കൂടുതലും, എല്ലാം എന്ന് പറയുന്നില്ല, കൂടുതലും ഇനിയിപ്പം വേനലും ചൂടും ഒക്കെ അല്ലേ, അതിന് ഇടാൻ പറ്റുന്ന നല്ല അതിമനോഹരമായ കോട്ടൺ ചുരിദാർ സെറ്റ്, അജ്രക്ക് പ്രിൻ്റ് വരുന്നത്, അല്ലാത്തതും ഉണ്ട് കേട്ടോ ചുരിദാർ സെറ്റ്. പിന്നെ സാരിക്കകത്ത് കുറച്ച് 2 മോഡല് നമ്മുടെ വിസ്കോസ് ബനാറസി ഉണ്ട്, അജ്രക്ക് പ്രിൻ്റ് വരുന്ന സാരിയുണ്ട്. എല്ലാം കൂടെ കൂട്ടി മൊത്തത്തിൽ മിക്സായിട്ടൊരു വീഡിയോ. അപ്പോൾ ആദ്യം നമുക്ക് ചുരിദാർ സെറ്റ് കാണാം. ചുരിദാർ സെറ്റിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇതാണ്, ഈ ക്രോസ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നെക്കിൻ്റെ താഴ്ഭാഗം. ഞാൻ മൊത്തത്തിൽ കാണിക്കാം, എന്നാലും ആ ക്രോസ് സ്റ്റിച്ചിൻ്റെ ഭംഗി എന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ചതാണ്. ക്രോസ് സ്റ്റിച്ച് കാണാൻ ഇഷ്ടമുള്ളവർക്ക് എല്ലാം ഇഷ്ടമാണ്. ഇതിൻ്റെ ഒരു കളറും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു, രണ്ടാമതിരിക്കുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെയാണ് ടോപ്പ്, ഇത് ബോട്ടം. ഇത് ടോപ്പിൻ്റെ സ്റ്റഫെന്ന് പറഞ്ഞാൽ ഒരു ജൂട്ടിൻ്റെ സ്റ്റഫെന്നല്ല ഞാൻ പറയുന്നത്, ഒരു ജൂട്ടിൻ്റെ ഫീല് തരുന്ന ഒരു സൈസ് സ്റ്റഫാണ്. ആ ഒരു വീവിങ് പോയിരിക്കുന്നത് നല്ല ജൂട്ടിൻ്റെ മെറ്റീരിയൽസിൽ കാണുന്ന ഒരു വീവിങ്ങാണ് പോയിരിക്കുന്നത്. നെക്ക് വന്നിട്ട് ഇങ്ങനെ വരും, സിമ്പിളാണ്, പക്ഷേ അതിനൊരു ആകർഷകത്വമുണ്ട്. ചുരിദാറിൻ്റെ ബോട്ടം വന്നിട്ട് ഈ ഒരു ആഷ് കളർ, ഇവിടെ പോയിരിക്കുന്ന ഒരു ആഷ് കളറായിട്ട് ബോട്ടം വരും. ബോട്ടം കോട്ടൺ സിൽക്കിൻ്റെയാണ്. ടോപ്പ് ഒരു കോട്ടൺ മിക്സ് ആയിട്ടുള്ള ഒരു ചെറിയൊരു സിൽക്കി നൂലും കൂടെ പോകുന്ന ഒരു മെറ്റീരിയൽ ഇരിക്കും. ഷോള് സെയിം ടോപ്പിൻ്റെ അതേ ഇത് ഷോളാണ്. ഷോളിലും നിറച്ചും ക്രോസ് സ്റ്റിച്ചും ചെയ്തിട്ടുണ്ട്, സ്കാൽപ്പും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഷോള്, കണ്ടോ, ഇരിക്കും ഷോള് നിറച്ചും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഒരു സിമ്പിൾ ചുരിദാർ സെറ്റാണ്, പക്ഷേ അതിനകത്ത് ആ ഒരു സ്റ്റഫിൻ്റെ ഒരു വീവിങ്ങും ആ ക്രോസ് സ്റ്റിച്ചും എല്ലാം കൂടെ കൂട്ടിയിട്ടൊരു സിമ്പിളിനെ കുറച്ചും കൂടെ ഒരു അട്രാക്റ്റീവും കൂടെ ആക്കുന്നുണ്ട്. അങ്ങനെ വരണം. 1490 രൂപ. ഞാൻ ഒരു ഇതും കൂടെ തരാമോ, സെയിം അതിൻ്റെ തന്നെ വേറൊരു കളറ്, സെയിമാണ്. സോറി, 1490 കേട്ടോ, 1420 ഉള്ളേ. ഞാൻ എടുക്കുന്നതിന് മുന്നേ കണ്ടായിരുന്നു, അത് ഓർത്ത് പറഞ്ഞ. ഇതുണ്ടോ, ഇത് വന്നിട്ട് ഒരു ചിക്കു കളർ, അല്ലെങ്കിൽ ഗോൾഡൻ കളർ, അല്ലെങ്കിൽ ക്രീം എന്ന് പറയാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഒരു കളറ്. അതിൻ്റെ കൂടെ പീച്ച് കളറുള്ള വർക്കാണ് പോയിരിക്കുന്നത്. പീച്ച് എംബ്രോയ്ഡറി വർക്ക്, ക്രോസ് സ്റ്റിച്ച് വർക്ക്. ക്രോസ് സ്റ്റിച്ച് മീൻസ് എംബ്രോയ്ഡറിയുടെ ക്രോസ് സ്റ്റിച്ച്. പിന്നെ ഈ ഒരു കോഫി ബ്രൗൺ കളറാണ് ബോട്ടം. നെക്ക് അകത്തോട്ടുണ്ട് കേട്ടോ, നെക്ക് നല്ല വൈഡ് നെക്കൊക്കെ ചെയ്യാം, നല്ല ഭംഗിയായിരിക്കും. നല്ല വൈഡ് നെക്കൊക്കെ ചെയ്താൽ. ഷോളും ഇത് തന്നെ സെയിം, അതുപോലെ തന്നെ ക്രോസ് സ്റ്റിച്ച് ചെയ്ത ഷോള്, ഇങ്ങനെ ചെയ്തിരിക്കുന്ന ഷോള്. ആ ഒരു മെറ്റീരിയലിനൊരു ചെറിയൊരു ഗ്ലോസിങ് ഉണ്ട്, ഒരു സിൽക്കി ഫീല് തരുന്ന ഒരു ഗ്ലോസിങ്ങും ഉണ്ട്. പിന്നെ എന്നാൽ ഒരു കോട്ടൺ സ്റ്റഫിൻ്റെ ഗുണങ്ങളും ഉണ്ട്. ഇനി സെമി ടസറിൻ്റെ ഒരു ചുരിദാർ സെറ്റ്. ഇതും ഈ പറഞ്ഞ പോലെ സിമ്പിളാണ്. ആ ടസറിൻ്റെ ഒരു ഇത് ലുക്ക് കിട്ടുന്നതാണ് നമുക്കതിനകത്ത് ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള പോർഷൻ. ഇത് കണ്ടോ, ഇതിന് ലെങ്ത്ത് ഒരു വിട്ടാണ് കൂടുതൽ, ലെങ്ത്ത് ഉണ്ട്, ഇങ്ങോട്ടാണ് വിട്ട് പോയിരിക്കുന്നത്. അതപ്പം ഞാൻ താഴെ പോകുന്നു. സ്ലീവിൻ്റെ പോർഷനൊക്കെ ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി അങ്ങനെ സൈഡിലായിട്ടാണ് ഇത് വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വിട്ട്, ഇനി ഭയങ്കര പൊക്കമുള്ളവർക്ക് ലെങ്ത്ത് ഒരു 46 ഇഞ്ച് ലെങ്ത്തൊക്കെ ഉണ്ട്, 45-46 ഇഞ്ച് ലെങ്ത്തൊക്കെ കിട്ടും. പൊക്കം ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇവിടുന്ന് കട്ട് ചെയ്ത് ജോയിൻ്റ് അടിക്കണം. ഇത് ബോട്ടം, ലാവണ്ടർ ഷെയ്ഡ് ബോട്ടം. ഇവിടെ പോയിരിക്കുന്ന വർക്കൊന്ന് സൂം ചെയ്ത് കാണിച്ച്, ഇവിടെ പോയിരിക്കുന്ന വർക്കെന്ന് പറയുന്നതും ഒരു ലാവണ്ടർ ഷെയ്ഡിൻ്റെ ബോട്ടം. ഇങ്ങനെ ഷോൾ വന്നിട്ട് ഷിഫോൺ ഷോളാണ്, നിറച്ചും വർക്ക് ചെയ്ത ഷിഫോൺ ഷോള്. കണ്ടോ, മുഴുവൻ ഇങ്ങനെ വർക്കുണ്ട്, മുന്താണി പോലെ വർക്കുണ്ട്. സൈഡിൽ സ്കാൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വരും ഷോള്. ഈ ഒരു ബോട്ടം.
ഇതിൻ്റെ ഒരു സ്റ്റഫ് കണ്ടോ മെറ്റീരിയലാണെന്ന് കാണിച്ച്, ആ ഒരു മെറ്റീരിയലിൻ്റെ സ്റ്റഫ് കാണിച്ചു വേണ്ട, നിറച്ചും ഇങ്ങനെ ലൈൻസാണ്. ഇത് കണ്ടോ, ഇനി നമ്മുടെ അജ്രക്ക് പ്രിൻ്റ് വരുന്ന കോട്ടൺ, അജ്രക്ക് പ്രിൻ്റ് വരുന്ന നല്ല, ഇനിയിപ്പോൾ അങ്ങോട്ട് ചൂട് കാലാവസ്ഥയല്ലേ, അപ്പോൾ പുറത്തൊക്കെ പോകുമ്പോഴോ ഓഫീസിൽ പോകുമ്പോഴോ ഡെയിലി വെയർ ആയിട്ടൊക്കെ നല്ല കോട്ടണൊക്കെ ഇടുന്നതായിരിക്കും നല്ലത്, നമുക്ക് കംഫർട്ടായിട്ടിരിക്കുന്നത്. അപ്പോൾ ആ കോട്ടൺ ഇടുന്നതിൻ്റെ ഒരു കോട്ടൺ ആകുമ്പോൾ സിമ്പിളായി പോകുന്നെന്നും തോന്നുന്നുണ്ട്. അജ്രക്ക് പ്രിൻറ്റും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ ഇതിൽ ഭയങ്കര ലെങ്ത്തും വിട്ടുമാണല്ലോ. പൊക്കമുള്ളവരൊക്കെ ഇങ്ങനത്തെ ഒക്കെ എടുത്തോ, കണ്ടോ, പ്യുവർ അജ്രക്ക് പ്രിൻ്റ്, നല്ല കോട്ടൺ, നല്ല സോഫ്റ്റ് കോട്ടൺ, ലൈനിങ് ഇട്ട് തയ്ക്കുവാണെങ്കിൽ ഒന്നും കൂടെ നല്ലത്. ഇത് വരും അതിൻ്റെ ബോട്ടോ, ഇതെല്ലാം ഭയങ്കരമായിട്ടുണ്ട്, തുണി ഒത്തിരി ഉണ്ട്. ഇത് വരും ബോട്ടം, വൈറ്റേ കൂടെ ഇങ്ങനെ 6 ആഗ് വരുന്ന ബോട്ടം. ഷോള് വന്നിട്ട് ഷോള് ഒത്തിരി വലിയ ഷോളാണ്, നല്ല ലെങ്തി വിട്ടി ഒക്കെയുള്ള ഷോളാണ്. ഓഫ് വൈറ്റ് കളർ ഷോള് കണ്ടോ, ആ ഒരു ഈ 6 ആഗ് ഇത് തന്നെയാണ് ബോട്ടത്തിന് വന്നിരിക്കുന്നത്. ഇങ്ങനെ നല്ല ഭംഗിയാണ്, നല്ല സുഖമാണ്, ഷോളിനൊക്കെ നല്ല നമുക്ക് സോഫ്റ്റ് ആയതുകൊണ്ട് ഇത് ധരിക്കാനായിട്ടൊട്ടും ബുദ്ധിമുട്ടില്ല. ഷോളാണേലുവേ, ഷോളിന് ഇച്ചിരി വിട്ടൊക്കെ ഉണ്ട്, പക്ഷേ വിട്ടുകൊണ്ട് ഇങ്ങനെ അടിയിൽ മുന്താണി പോലൊക്കെ ഉണ്ട്. ഷോളൊന്ന് കാണിച്ചു തന്നെ ഇങ്ങോട്ട്, ഉണ്ടോ, സോഫ്റ്റ് കോട്ടൻ്റെ ഷോളാണ്. തീരെ ഭയങ്കര സോഫ്റ്റ് കോട്ടൺ ആണെങ്കിലും കനം കുറവില്ല, ഇച്ചിരി കനമുണ്ട്, ഭയങ്കര ഓവറായിട്ടുള്ള കനമില്ല, നമുക്ക് മാനേജബിളാണ്. ഇത് കണ്ടോ ഷോള്, അതൊരു പ്രിൻ്റ് അജ്രക്കിൻ്റെ ആ സെയിം കളർ തന്നെ, ബാക്കിയെല്ലാം സെയിം, പ്രിൻ്റ് മാത്രം വ്യത്യാസം. ഇത് ഈ ഒരു പ്രിൻ്റ് കണ്ടോ, ഈ ഒരു പ്രിൻ്റ്, ബാക്കിയെല്ലാം സെയിമാണ്. ബോട്ടവും സെയിമ്, ഇതുണ്ട് ബോട്ടവും സെയിമ്, ഷോളും സെയിമ്. ഈ ടോപ്പിൻ്റെ പ്രിൻ്റ് മാത്രം ചെറിയൊരു വ്യത്യാസം, സെയിം കളറിലും വ്യത്യാസമില്ല. 1050 രൂപയേ ഉള്ളൂ. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. ഇത് തുമ്മാൻ വരുന്നു, അജ്രക്കിൻ്റെ കാന്ത കോട്ടൺ വർക്ക്, കാന്ത കോട്ടൻ്റെ മെറ്റീരിയൽ ടോപ്പ്, അജ്രക്ക് പ്രിൻ്റ് വരുന്ന ബോട്ടം കണ്ടോ. ഇതും ഇഷ്ടം പോലെ ഉണ്ട്, ലെങ്ത്തും വിട്ടും എല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. ഈ റേറ്റിന് നല്ലതാണ് ഞാൻ നോക്കിയിട്ട്. ഇതാണ് ബോട്ടം കണ്ടോ, ഒരു കോൺട്രാസ്റ്റ് കളർ വരുന്ന പ്രിൻറ്റഡ് ബോട്ടം. ഇതും എല്ലാം 2.5 മീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഇത് വെച്ചും കൂടെ ഒരു ടോപ്പ് തയ്ക്കാം. അതിന് മാത്രം അത്യാവശ്യം നല്ല മെറ്റീരിയലുമാണ്, നല്ല ആവശ്യത്തിനുള്ള തുണിക്ക് അളവും ഉണ്ട്. അപ്പം വേണമെങ്കിൽ ഡെയിലി യൂസിനൊക്കെ പോകുന്നവർക്ക് 2 ടോപ്പ് തയ്ച്ചിട്ട് ഒരു കോമൺ ബോട്ടം ഒക്കെ ഇടുകയൊക്കെ ചെയ്യാം. ഷോള് ഇത് എങ്ങനെ വേണേലും ചെയ്യാം, നമുക്ക് ഓരോരുത്തർക്ക് അങ്ങനെ ഐഡിയാസൊക്കെ കാണിക്കൂലോ. ഇതെന്തുവാ, എന്താ ഷോള് ഇങ്ങനെ സ്ട്രൈപ്പ് പോലെ കാന്താ വർക്ക് പോകുന്നുണ്ട്, കാന്താ കോട്ടൻ്റെ കാന്താ പ്രിൻ്റ് പോകുന്നുണ്ട്. അത് നല്ലതാണ്, മെലിച്ചിലൊക്കെ തോന്നിക്കാനൊക്കെ നല്ലതാണ്. ഷോള് വന്നിട്ട് ദേ ഇങ്ങനെ, ഷോളൊന്ന് കാണിച്ച്, നല്ല സോഫ്റ്റ് കോട്ടൻ്റെ ഷോളുമാണ് കേട്ടോ. ഷോള് ഒട്ടും നമുക്കൊരു ബുദ്ധിമുട്ടേ ആയിട്ട് കിടക്കത്തില്ല. ഇപ്പോൾ അങ്ങനെയൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ട് നല്ലതാണ് ഒത്തിരി. ഷോള് ജോലിക്കൊക്കെ പോകുന്നവർക്ക് ഷോളൊരു ബുദ്ധിമുട്ടായിട്ട് വന്നു കഴിഞ്ഞാൽ വലിയ പാടാണ്. ഇനി ഇതിന് ഇച്ചിരി റേറ്റ് ഉണ്ട്, 1790 രൂപയാണ്. ഇൻഡിഗോയാണ്, ഇൻഡിഗോ ബ്ലൂ ആണ്. ഇൻഡിഗോയുടെ വിശേഷ ഗുണങ്ങൾ അറിയാം. കാന്ത കോട്ടണിൽ ഇൻഡിഗോ ബ്ലൂ കളറും പിന്നെ പിങ്കും ഇൻഡിഗോയും കൂടെ വരുന്ന ആ ഒരു കോമ്പിനേഷൻ വരുന്ന സാധനം. അയ്യോ, നിലത്തൂടെയാണ് കിടക്കുന്നത് കേട്ടോ. അതുപോലെ മെറ്റീരിയൽ ഉണ്ട്, ഇതുണ്ടോ, ഇഷ്ടം പോലെയുണ്ട്. നല്ല കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന ബോട്ടം,
ഇനി അതിൻ്റെ ഷോളെന്ന് പറയുന്നത് ഇതൊക്കെ ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം ഒരു പരിപാടിയൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് കോട്ടൺ ഇട്ടുകൊണ്ട് പോവുകയും ചെയ്യാം. ഈ ചൂടിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഇനി അങ്ങോട്ട് ചൂട് തുടങ്ങിയല്ലേ, എല്ലാം ഭയങ്കരമാകാൻ തുടങ്ങി. എൻ്റെ ദൈവമേ, മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന വേഴാമ്പൽ ഞാൻ. എനിക്കിഷ്ടമില്ല ചൂടെന്ന് പറയും. കണ്ടോ, ഇതാണ് ഷോളയിൽ നിറച്ചുള്ള ഒരു വർക്ക്. ഇങ്ങനെ നമ്മുടെ ഈ വർക്കിന് എന്നാന്ന് പറയുന്നത്, ക്രോഷ്യോ വർക്ക് വന്നിട്ട് ഇടയ്ക്ക് വന്നിട്ടുണ്ട്, ഇടയ്ക്ക് പ്രിൻ്റ് പോയിട്ടുണ്ട്, നല്ല പ്രിൻ്റ് പോയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ പാച്ച് വർക്കും ചെയ്തിട്ടുണ്ട്. കണ്ടോ, അങ്ങനെ ഇൻഡിഗോ ആ ഷോളത്തെ ടോപ്പിൻ്റെ തന്നെ ഇങ്ങനെ വരും ഷോളും ബോട്ടം. നല്ല ഭംഗിയായിരിക്കും. ഇൻഡിഗോയ്ക്കുള്ള ആ ഒരു ഡിമാൻഡ് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ ഇത് എന്താ പറയുക, ഇൻഡിഗോ ആയതുകൊണ്ട് ഒന്നെങ്കിൽ കളർ ഗാഡി മുക്കിയിട്ട് ചെയ്യുന്ന, ഞാൻ പറയുന്ന കേട്ടോ, ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ പറയുന്ന കളർ ഗാഡി മുക്കിയിട്ട് നമ്മൾ വാഷ് ചെയ്യുന്നതായിരിക്കും നല്ല. കളർ ഗാഡി മുക്കുകയെന്ന് വെച്ചാൽ എല്ലാ കടകളിലും ഒരുമാതിരിപ്പെട്ട ടെക്സ്റ്റൈൽ ഷോപ്പിലൊക്കെ കളർ ഗാർഡ് കിട്ടും. അപ്പം നമുക്ക് ആ ഒരു തുണിക്ക് മുക്കാനായിട്ടുള്ള ഒരു അടപ്പ് കളർ ഗാർഡ്, ബാക്കി അതിനുള്ള വെള്ളവും ചേർക്കുക. ഒരു എന്തോരമാണോ തുണി മുക്കുന്നത് അതിനുള്ള വെള്ളവും ചേർത്തിട്ട് ഇത് മുക്കി നല്ലതായിട്ട് തുണി മുക്കി തുണിയെ മൊത്തം നല്ലപോലെ നനഞ്ഞു കഴിയുമ്പോൾ അത് ഉണക്കുക, തുണി വിരിച്ചിട്ട് ഉണക്കുക. എന്നിട്ട് പിന്നീട് വാഷ് ചെയ്യുക. അപ്പോൾ കളർ പോകത്തില്ല. ഒന്നുകിൽ അങ്ങനെ, അല്ലെങ്കിൽ ഡ്രൈ വാഷ് ചെയ്യുക, അല്ലെങ്കിൽ ഷാമ്പൂ വാഷ് ചെയ്യുക. ഇതിലേതെങ്കിലും ചെയ്യാവുള്ളൂ. ചാടി ഇൻഡിഗോ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇതൊന്നും ആരും പറഞ്ഞിട്ടല്ല, ഞാൻ പറയുക, എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ പറയുക. ഇൻഡിഗോയല്ലേ, ഇൻഡിഗോയുടെ അത് ക്രിയേറ്റ് ചെയ്ത കളർ എടുക്കുക എന്ന് പറയുന്നത് ഒത്തിരി പ്രോസസ്സിങ്ങിൽ കൂടെയാണെന്നൊക്കെ പറയും. അപ്പം അത് സൂക്ഷിക്കണം. അതിന് കളർ ഫസ്റ്റ്, അത് സത്യത്തിൽ ആ കളർ പോകുന്നത് തുണിയെന്നല്ല, അതിൻ്റെ ആ ഫസ്റ്റ് ഡൈയിങ് പോകുന്നത് തുണിയെന്ന് പോകുന്നുമില്ല കളർ. ഇത് നമ്മുടെ റയോണിൻ്റെ നല്ല ഗേജുള്ള മെറ്റീരിയൽ, അത്യാവശ്യം കട്ടിയുള്ള. ഇത് ഞാൻ ഓൾറെഡി ഒരിക്കൽ കാണിച്ചിട്ട്, അന്ന് മുഴുവൻ പീസും അന്ന് തന്നെ പോയ ഒരു അതിൻ്റെ റീസ്റ്റോക്ക് വന്നതാണ്. അതിനകത്തുനിന്ന് 2 പീസ് ഞാനിങ്ങനെ എടുത്തു, ബാക്കി കടയിലേക്കും പോയി. ഇതുണ്ടോ, ഇതിപ്പോൾ വന്നിട്ട് ഡാർക്ക് പർപ്പിൾ കളറാണ്, ബീട്രൂട്ടിൻ്റെയൊക്കെ ഡാർക്ക് കളറ് ടോപ്പ്. ഇത് റയോണാണേ, നല്ല സുഖമാണ് ബോഡിക്ക്. റയോൺ എന്ന് പറഞ്ഞാൽ അങ്ങ് ഒരുമാതിരി ഒട്ടും കനവില്ലാതെ കിടക്കുന്ന റയോണല്ല, അത്യാവശ്യം കനമുണ്ട്. അയ്യോ, തിരിച്ചായിട്ടിരിക്കുന്നത് അല്ലേ ഞാൻ, ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇത് ബോട്ടം ഇത് തന്നെ എനിക്ക് തോന്നുന്നു. ഇത് എന്നെ പിടിച്ച് നോക്കിയിട്ട് 2.5 മീറ്റർ ബോട്ടം ഉണ്ടെന്ന് തോന്നുന്നു. ഒരു ഇങ്ങനെ ഡോട്ട് ഇങ്ങനെ ബോട്ടം. ഇനി ഷോള് വന്നിട്ട് സെയിം ടോൺ ടു ടോൺ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഷോളയിൽ വേറൊരു കളർ, ഈ ഒരു റെഡ് കളർ പ്രിൻ്റ് പോകുന്നുണ്ട്. എല്ലാം നല്ല സുഖമാണ് ഇടാനേ. കണ്ടോ, ഇങ്ങനെ ഒരു ഷോള് നല്ല ഭംഗിയാണ്, നല്ലൊരു വെറൈറ്റിയാണ്, നല്ല രസമുണ്ട്. അതിലെല്ലാത്തിലുപരി നല്ല സുഖമാണ്, ബോഡിയിലേക്ക് ഒതുങ്ങിക്കിടക്കും. ഈ റയോണിൻ്റെ അങ്ങ് ഒരുമാതിരി അങ്ങ് കിടക്കുന്നതല്ല, നമുക്ക് കറക്റ്റിന് കിടക്കും. കോട്ടണൊക്കെ കിടക്കുന്നത് കംഫർട്ടായിട്ട് കിടക്കും. നല്ലൊരു സ്റ്റൈലിഷായിട്ട് ആക്കി എടുക്കുകയും ചെയ്യാം. വില 860 രൂപ. ഇനി അത് തന്നെയാണ് സെയിം, വേറെ ഒരു വ്യത്യാസവും ഇല്ല, പ്രിൻറ്റിലുള്ള വ്യത്യാസം മാത്രം, ഈ ഒരു പ്രിൻറ്റും കൂടെ സെയിം, ബാക്കിയെല്ലാം സെയിമാ. ഷോള് സെയിമാ, ബോട്ടം സെയിമാ, പിന്നെ എന്നാ ഷോളും ബോട്ടം ടോപ്പും സെയിം, ഇതെല്ലാം സെയിം തന്നെയാണ്. പ്രിൻറ്റിൽ മാത്രം ഒരു വ്യത്യാസം, രണ്ടാമത്തെ പ്രിൻറ്റ്. ഇത് പ്രിൻറ്റിലുള്ള വ്യത്യാസം പോലെ ഒന്നും അറിയാനൊന്നും ഇല്ല, അത് സൂക്ഷിച്ച് നോക്കണം. ഞാൻ ആദ്യം വിചാരിച്ചു ഒരേപോലത്തെ 2 എന്നെ എടുത്ത് വെച്ചിരിക്കുന്നതെന്ന്. സൂക്ഷിച്ച് നോക്കിയപ്പം ഒരു പ്രിൻറ്റിന് വട്ടത്തെ കൂടെ വന്നിട്ട് ഇലയാണെന്ന് മനസ്സിലായി, മറ്റേത് ഇങ്ങനെ വളങ്ങി വന്നിട്ട് ഇലയാണെന്ന് മനസ്സിലായി. ചുരിദാർ സെറ്റ് ഇന്ന് അത്രേ കാണിക്കുന്നുള്ളൂ. നമുക്ക് ഇഷ്ടം പോലെ കുർത്തികൾ വന്നിട്ടുണ്ട്. അടുത്ത ദിവസത്തെ വീഡിയോയ്ക്കകത്ത് കുർത്തിയും കൂടെ കാണിക്കാം. അതായത് ഫുൾ സെറ്റും ബോട്ടം ടോപ്പും മാത്രം ഉള്ളതും ടോപ്പും ഷോളും മാത്രം ഉള്ളതും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ബാംഗ്ലൂർ വാല. പിന്നെ ബാംഗ്ലൂർ വാല എന്ന് പറഞ്ഞാൽ എന്നാന്ന് അവർക്ക് അറിയാവുന്നവർക്കറിയാം. ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ്. ബാംഗ്ലൂർ പോയ ചരിത്രം കഥയൊക്കെ ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ചില്ലേ. ഇത് നമ്മുടെ വിസ്കോസ് ബനാറസി സാരിയുടെ ഒരു അടിപൊളി ഐറ്റം. ആർക്കാ വിസ്കോസ് ബനാറസി ഇഷ്ടമില്ലാത്ത? ഞങ്ങളുടെ ഷോപ്പിൽ എന്ന് ഡിസ്പ്ലേ ഇട്ടാലും അന്ന് അത് ഊരിപ്പോവും. അങ്ങനെ അത്ര താല്പര്യം എല്ലാവർക്കും ഉണ്ടോ. ഇതിപ്പോൾ കളർ വന്നിട്ട് ഒരു ഒനിയൻ
ഒനിയൻ പിങ്ക് അല്ലെങ്കിൽ ഒനിയൻ പിങ്ക് കളറെന്ന് പറയാം അല്ലേ. ഒനിയൻ പിങ്കിൻ്റെ വാടാമുല്ലയുടെയൊക്കെ കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു സൂപ്പർ കളറ്. കണ്ടോ ഇവിടുത്തെ ബോർഡറൊക്കെ കണ്ടോ, രസം നോക്ക്. നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡ് പോലെ. ബ്ലൗസ് വന്നിട്ട് അത് തന്നെയാണ്, സെയിം ആണ്. ബ്ലൗസ് സെപ്പറേറ്റ് ആണോ? ചിലതിന് സെപ്പറേറ്റും ചിലതിന് സെപ്പറേറ്റ്. ഇത് കണ്ടോ, ഇങ്ങനെ ഒരു ബോർഡർ വരും. എന്നിട്ട് നല്ല ഭംഗിയെ കൊടുത്ത് കഴിയുമ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഉണ്ടെങ്കിൽ ഇടാവേ. ഇന്നലെയും പറഞ്ഞ് വീഡിയോ ഇടാമെന്ന്, പിന്നെ ഞാനത് മറന്നു പോകും. വീഡിയോ തപ്പിയെടുക്കണം. ഇത് ബ്ലൗസിൻ്റെ തുണി 2200 രൂപ കേട്ടോ. രണ്ടും പേസ്റ്റൽ ഷെയ്ഡ് പോലെ, ലൈറ്റൊന്നും പറയാൻ പറ്റത്തില്ല, ഭയങ്കര ഡാർക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിയാണുള്ള വിസ്കോസ് ബനാറസി. ഇത് ഇവിടുത്തെ ഭാഗത്തിനൊരു കനം തോന്നിക്കുക, ആ കനവേ ഉള്ളൂ. ബോഡിയിലോട്ട് പോകുമ്പോൾ കനമില്ല. അത് കണ്ടോ, ഇങ്ങനെ ഒഴുകി കിടക്കുന്ന പോലത്തെ വിസ്കോസിൻ്റെ മെറ്റീരിയലേ, നമ്മുടെ ക്രേപ്പിൻ്റെ മെറ്റീരിയലില്ലേ, അത് സെയിം ആണ്. കാണിച്ചോ, മുന്താണി കാണിച്ചോ? ഇല്ലല്ലോ, ഞാൻ കണ്ടില്ലോ കാണിക്കുന്നത്. മുറുക്കണിച്ചി കുശുമ്പി കാണിച്ചില്ല എന്ന്. ഞാനാ കുശുമ്പി, ഞാൻ എന്നെ തന്നെ വിളിച്ച. ഇപ്പം ഇതുണ്ട്, ഇതാണ് മുന്താണി. സൂപ്പറല്ലേ? ഇതിന് കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു. അടുത്ത ദിവസം വിസ്കോസ് ബനാറസി ഇപ്പോൾ വരുന്നതിന് മുന്നേ ഷോപ്പിൽ നിന്ന് പോകും, അതാ പ്രശ്നം. ഞാനിവിടെ ആടിത്തൂങ്ങിയൊക്കെ വരുമ്പോഴത്തേനും അത് കൊണ്ടുപോയി കഴിയും എല്ലാവരും. പിന്നെ കൊണ്ടുപോകണ്ടേ അല്ലേ, കാണാനിരിക്കുവാണോ അല്ലേ. ഇതിൻ്റെ ബ്ലൗസ് എല്ലാം കട്ട് ചെയ്താൽ വരുന്നത് കേട്ടോ. ഇത് കണ്ടോ, അടുത്ത കളറ് കാണിക്കാം. ഇത് മുന്താണി ഇത് ബോഡി ഇത് കാണിച്ച്. 2 കളർ മാത്രമേ ഉള്ളൂ വ്യത്യാസം, ബാക്കി 2 സെയിമാണ്. ഒരു ഗ്രീനിൻ്റെ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ്, പേസ്റ്റൽ ഷെയ്ഡാ. കണ്ടോ, ഇവിടുത്തെ ആ ബോർഡറിനാണ് അതിൻ്റെ ആ ഒരു ഭംഗി എടുപ്പും. ഇത് ഉടുത്ത് ഇപ്പോൾ ബൊമ്മയിലൊക്കെ ആണെങ്കിലും ഉടുത്ത് കാണണം, എന്നാ രസമാണ്. അതിൻ്റെ ഷോള് എന്താ പറയുന്നത്, അതിൻ്റെ എന്തിയേ തലകുത്തിയാണോ മടക്കി വെച്ചിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ബോർഡർ, ബ്ലൗസിൻ്റെ. കണ്ടോ, ഇങ്ങനത്തെ ബോർഡർ വരും. ഇതിനൊന്നും ചൂടെടുക്കും അപ്പടി. എന്താ സാധനം ഒന്നും വർക്ക് ചെയ്യുന്നില്ലേ? ഇനി നമ്മുടെ അജ്രക്കിൻ്റെ കോട്ടൺ അജ്രക്ക് പ്രിൻ്റ് വരുന്ന, അജ്രക്ക് പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റാണ്, അല്ലാതെ വെറും പ്രിൻ്റ് അല്ല, ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റാണ്. പ്യുവർ അജ്രക്കാണ്. പ്യുവർ അജ്രക്ക് പ്രിൻ്റ് വരുന്ന കോട്ടൺ നല്ല സാരി. ഇത് വരുന്നത്, ഈ മോഡൽ നേരത്തെ നമ്മൾ കാണിച്ചിട്ടുള്ള കേട്ടോ, ഇങ്ങനത്തെ അജ്രക്കയിൽ ഇത് വരുന്നത് ഫുൾ ഇങ്ങനെയാണ്. പ്രത്യേകിച്ച് മുന്താണി ഇല്ല, ഒന്നുമില്ല. 6 മീറ്ററാണ് വരുന്നത്. ബ്ലൗസ് ഒന്നുകിൽ നിങ്ങൾക്ക് ബ്ലൗസ് വേറെ ഇടാം, ബ്ലാക്ക് നല്ല ബ്ലൗസ് ഇടുകയാണെങ്കിൽ നല്ല ഇത്തലൊരു ലൈറ്റ് ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡ് പോകുന്നുണ്ട്, അത് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. ഇതിൻ്റെ തന്നെ ഇടണമെങ്കിലും അങ്ങനെ ഇടാം. ഇത് തന്നെ ഇടുവാണെങ്കിൽ ഒരു വെറൈറ്റി ലുക്കായിരിക്കും, അങ്ങനെ ഇടാം. ഇതുണ്ടോ, ഞാൻ ഇട്ടേക്കുന്ന ആ ബ്ലൂ ഇല്ലേ, അതും ഈ കാണുന്ന ബ്ലൂ ഒരേ ഷെയ്ഡാണ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ഇടാം. ഇത് 6 മീറ്റർ ആയിട്ടാണ് വരുന്നത്. 6 മീറ്റർ ഒറ്റ പ്രിൻ്റ് അങ്ങനെയാണ് വരുന്നത്. മൾട്ടി പർപ്പസ് എന്ന് പറഞ്ഞിട്ട് വരുന്ന ഒരു കാറ്റഗറി പെട്ടതാണ്. ഇതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം 1-2 പ്രാവശ്യം സാരി ഉടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കുർത്തിയാക്കി മാറ്റാം. അത് നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ്, അജ്രക്കിൻ്റെ പ്രിൻ്റ് വരുന്നത്. ചുരിദാർ സെറ്റാക്കി മാറ്റാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ സ്കേർട്ടോ ഫ്രോക്കോ, 6 മീറ്റർ തുണിയല്ലേ, എന്ത് വേണമെങ്കിലും ചെയ്യാം. 2200 രൂപ വില വരും. ഇത് പ്യുവർ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റാണ്. അതുകൊണ്ട് ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. അതപ്പോൾ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒന്നുകിൽ കളർ ഗാർഡ് മുക്കണം. ഭംഗിയുള്ളതും നമുക്ക് എടുപ്പ് കിട്ടുന്നതുമായ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ അങ്ങനെയല്ലേ. ഇപ്പോൾ കാഞ്ചീപുരം വാങ്ങിക്കണമെങ്കിൽ നമ്മൾ എന്തുമാത്രം എന്നിട്ട് അതിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇച്ചിരി കെയർഫുൾ ആകണം. അതേസമയം റേറ്റ് കുറഞ്ഞ സാധനങ്ങളാണെങ്കിൽ നമുക്കിതൊന്നും വേണ്ട അല്ലേ. 450-500 രൂപയുടെയൊക്കെ ചുമ്മാ ഒഴുക്കൻ സാരിയൊക്കെയാണെങ്കിൽ എന്ത് വേണേൽ കാണിക്കാം.
പക്ഷെ അന്നേരം അതിൻ്റെ ഭംഗി അത്രയ്ക്കൊക്കെ കിട്ടുള്ളൂ. ഇതിപ്പം ഈ പ്യുവർ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റും ഡാർക്ക് ബ്ലാക്ക് കളറാണ്, ടൈറ്റ് ബ്ലൂ. നല്ല ഭംഗിയാണ്, ഉടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. അജ്രക്ക് അറിയാമല്ലോ, ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അതാണ് ഐറ്റം. ഇത് ഒരു ഡിസൈൻ ബ്ലാക്ക് ടാസിലുണ്ട്. വില ഇതെന്ന് നോക്കിയാൽ 2200 ഇത് 1950 ഉള്ളൂ അല്ലേ? അതിന് 1950, ഇതിനായിരിക്കും എന്നാൽ 2200. അതോ എനിക്ക് തോന്നിയതാണോ? എനിക്ക് തന്നെ ഇന്ന് ഇങ്ങനെയൊക്കെ തോന്നുന്നു. ഇതാ 2200. ഈ അജ്രക്കിൻ്റെ പ്യുവർ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് ആയിട്ടുള്ളത് കൊണ്ട്, ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നിങ്ങൾക്ക്. അതായത് നമ്മൾ ഇപ്പോൾ സീലടിക്കത്തില്ലേ, നമ്മളിപ്പോൾ സീലടിക്കുമ്പം, അതായത് ഹാൻഡ് ബ്ലോക്ക് ചെയ്യുമ്പം ഇങ്ങനെ സീലടിക്കുമ്പം ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഒരു സീലും കൂടെ ചെയ്യത്തില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ ചിലയിടത്ത് നിങ്ങൾക്ക് തോന്നും പ്രിൻ്റ് പിടിക്കാത്തതുകൊണ്ട്. അത് പ്യുവർ ഹാൻഡ് ബ്ലോക്ക് ആയതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ അതിന് ഡാമേജോ കാര്യങ്ങളോ ഒന്നുമല്ല. പ്രിൻ്റ് പിടിക്കാതെ കാണുന്ന ഒരു വൃത്തികേടല്ല. പ്യുവർ ഹാൻഡ് ബ്ലോക്കിന് വരുന്ന ഒരു എന്താ പറയുന്നത്, പ്യുവർ ഹാൻഡ് ബ്ലോക്ക് ആണെന്നുള്ളതിൻ്റെ അടയാളമാണ് അങ്ങനെ വരുന്നത് കേട്ടോ. അജ്രക്കെ വരുന്നതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. പ്യുവർ ഹാൻഡ് ബ്ലോക്ക് അല്ലാതെ ഒരു ഇങ്ങനെ പവർ ലൂം ആണെങ്കിൽ കൃത്യം മെഷീനെ ചെയ്ത് വന്നു കഴിയുമ്പോൾ അത് അതേപടി പ്രിൻ്റ് നിൽക്കും. ഇതങ്ങനല്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് കൂടുതൽ. നമ്മൾ നോക്കുമ്പോൾ തന്നെ സാധാരണ കോട്ടൺ അത്യാവശ്യം കട്ടിയുള്ള മെറ്റീരിയൽ, ഭയങ്കര കട്ടിയല്ല, അതായത് ഒട്ടും സീത്രൂ ഒന്നുമല്ല. നമുക്കിത് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇത്രയും 6 മീറ്റർ തുണിയില്ലേ, സാരി 2 പ്രാവശ്യം ഉടുക്കുക, അല്ല 2-3 പ്രാവശ്യമൊക്കെ അല്ലേ ഉടുക്കുള്ളൂ. അത് കഴിയുമ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, പല രീതിക്ക് ഉപയോഗിക്കാം. അജ്രക്കല്ലേ ഐറ്റം. ഇത് വരും മുന്താണിന്ന് എപ്പോഴും കാണിച്ച് അങ്ങനെ. ഇതിന് മുന്താണി ഇല്ല കാണിക്കാൻ, ഇങ്ങനെ തന്നെയാണ് കേട്ടോ. നല്ല ഡാർക്ക് മെറൂൺ. നമ്മുടെ അജ്രക്കിന് നമ്മൾക്ക് കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രിൻ്റാണ് ഇത്. ഏറ്റവും ജനപ്രിയമായിട്ടുള്ള പ്രിൻറ്റുകളിൽ ഒന്നാണ്. ഇനി വേറെ തന്നെ അജ്രക്കിൻ്റെ പ്രിൻ്റ് വരുന്ന ബോർഡറും മുന്താണിയും ഒക്കെയുള്ള സെമി സിൽക്ക് മെറ്റീരിയലിൽ വരുന്ന ഒരു സാരി. ഇതിൻ്റെ ഈ കളർ തന്നെയാണോ, ഇതൊക്കെ തന്നെയാണോ കാണിച്ചത്? ഈ മോഡൽ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടേ, കണ്ടോ? ഒരു മസ്റ്റാർഡ് യെല്ലോടെ ഒരു ലൈറ്റ് ഷെയ്ഡ്, എന്നിട്ട് ഇങ്ങനെ ഒരു ബോർഡർ വരും, നല്ല വീതിക്കൊരു ബോർഡർ. 1 പ്ലീറ്റ്സ് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. ബോർഡർ നല്ല വീതിക്ക് ഒരു കോപ്പർ ഗോൾഡ് മിക്സ് ആയിട്ടുള്ള ഒരു കളറിലാണ് വരുന്നത്. എന്നിട്ട് 1 പ്ലീറ്റ്സ് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം, അല്ലെങ്കിൽ പ്ലീറ്റ്സ് ഇട്ട് ഞൊറിഞ്ഞ് കുത്തണമെങ്കിൽ അങ്ങനെയും ഉടുക്കാം. എങ്ങനെ വേണമെങ്കിലും ഉടുക്കാം. മുന്താണി വന്നിട്ട് ഇങ്ങനെ അജ്രക്കിൻ്റെ സിൽക്കിൽ വരുന്ന പ്രിൻ്റ് വരുന്ന ഇത് ടാസിലൊക്കെ പിടിപ്പിച്ച് അങ്ങനെ തന്നെ. ബ്ലൗസ് വരുമ്പം ആ കളർ പ്രിൻറ്റിലൊരു വ്യത്യാസം വരും, കുറച്ചും കൂടെ ലൈറ്റ് ഷെയ്ഡാകും. ഈ ഒരു ബോർഡറും ഉണ്ട്. ഇതാണ് ബ്ലൗസ്, കണ്ടോ? ബ്ലൗസിൻ്റെ പാർട്ട് ഇങ്ങനെ വരും. ആ ബ്ലൗസിൻ്റെ കയ്യിൽ ആ ബോർഡറൊക്കെ വെച്ച് കഴിയുമ്പം സൂപ്പറായിട്ടുള്ള ഒരു പാർട്ടി ടച്ച് ആകും. ഞാൻ പറഞ്ഞിട്ട് ഇതിനിപ്പോൾ ഈ ഇതിൽ കൂടെ ഒരു മെറൂൺ ഡിസൈനൊക്കെയാണ് പോകുന്നത്. ആ ഡിസൈനിൻ്റെ കളറുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ ഇടുവാണെങ്കിൽ നല്ലതായിരിക്കും. 1920 രൂപ. സെമി സിൽക്കാണ്, അതുപോലെ അജ്രക്ക് പ്രിൻ്റാണ്, പാർട്ടി വെയറാണ്. അത് ഒരു യെല്ലോവിഷ് ഷെയ്ഡ്, ഇതിപ്പോൾ ഗ്രീൻ. സാരി ഇത്ര ഉള്ളോ? ഉണ്ടോ? ഗ്രീൻ. അത് തന്നെ. മുന്താണി ഇങ്ങനെ. മുന്താണി കണ്ടില്ലേ? ടാസിലെല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ, ടാസിലൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. അയ്യോ, ബ്ലൗസ് കാണിച്ചില്ല, എന്തോ മറന്നുപോയി എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇത് ബ്ലൗസ്. തീർന്നില്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞു. വാട്സപ്പ് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക. ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്കാണ് വീഡിയോ. സൺഡേയിൽ വീഡിയോ ഉള്ള ദിവസങ്ങളിൽ മാത്രം, യൂഷ്വലി സൺഡേസിൽ വീഡിയോ ഇല്ല, വീഡിയോ ഉള്ള ദിവസങ്ങളിൽ മാത്രം
ഉച്ചയ്ക്ക് ബിഫോർ നൂൺ ആണ് വീഡിയോ. അതുപോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെന്താ, നമ്മൾ ബ്ലൗസിൻ്റെ വീഡിയോ ഇതുവരെ കാണിച്ചിട്ടില്ല. ബ്ലൗസിൻ്റെ വീഡിയോ ഇങ്ങനെ പെൻഡിങ് അങ്ങ് ഇരിക്കുക. ഈ ആഴ്ച കാണിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ബ്ലൗസിൻ്റെ ഒത്തിരി എൻക്വയറി വരുന്നുണ്ട്. പിന്നെ പ്ലെയിൻ സാരി ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ വീഡിയോ കാണിക്കുക. എല്ലാം സ്റ്റോക്കൊക്കെ ഉണ്ട്, സ്റ്റോക്ക് ഇല്ലാഞ്ഞിട്ടല്ല ശരിക്കും കാണിക്കാത്തത്. ഈ സാധനങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അതിന് തയ്യാറെടുപ്പ് വേണം, അല്ലാതെ ചുമ്മാ അങ്ങെടുത്ത് കാണിച്ചാൽ പോരാ. കാരണം അതുപോലെ ഓർഡറും കാര്യങ്ങളും ഡിഫറൻ്റ് ഒത്തിരി കളറുകളും ഒക്കെ അല്ലേ, 10, 50, 60 കളറുകളൊക്കെ അല്ലേ ഒറ്റ പ്രാവശ്യം കാണിക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. താങ്ക് യു.